മലയാളികൾ വലിയ പ്രതീക്ഷയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നൊരു മണ്ഡലമാണ് വടകര. ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ, ഏറ്റവും അവസാനം ഈ പറഞ്ഞ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും വലിയ വിവാദങ്ങൾ രൂപപ്പെട്ടത് വടകര മണ്ഡലത്തിൽ നിന്നായിരുന്നു. മാത്രവുമല്ല, കേരളത്തിലെ വളരെ പ്രിയപ്പെട്ട നേതാവാണ് ശൈലജ ടീച്ചർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏറ്റവും വലിയ സ്റ്റാർ കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന രീതിയിൽ KK ശൈലജ മത്സരിക്കുന്ന വടകര മണ്ഡലം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിരുന്നു. അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ട് അവസാന നിമിഷം എന്താ പറയുക, എല്ലാവരും ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു കോൺഗ്രസ് അല്ലെങ്കിൽ UDF എന്ന കാര്യത്തിൽ സംശയമില്ല. ഷാഫി പറമ്പിൽ വരുന്നു. എന്നിട്ട് പിന്നെ വളരെ കടുത്ത മത്സരം എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ ഷാഫിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, അടുത്ത ഘട്ടത്തിൽ അത് ശൈലജ ടീച്ചർ തിരിച്ചുപിടിക്കുന്നു, വീണ്ടും ഷാഫി മുന്നേറ്റം ഉണ്ടാക്കുന്നു, വീണ്ടും ശൈലജ ടീച്ചർ തിരിച്ചുപിടിക്കുന്നു. ഈ രീതിയിൽ വലിയ പോര് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു അശ്ലീല വീഡിയോയുടെ പേരിൽ, ഒരു മോർഫ്ഡ് ചിത്രത്തിന്റെ പേരിൽ അവിടെ വലിയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വടകര ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലമാണ് ഇരു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം. അവിടെ പ്രഫുൽ കൃഷ്ണയാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പ്രഫുൽ കൃഷ്ണ വളരെ ജൂനിയർ ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. ഒരു പാൻ കേരള അപ്പീലൊന്നും അദ്ദേഹത്തിന് ആ അർത്ഥത്തിൽ ഒരു വലിയ സ്റ്റാറിനെയൊന്നും വടകരയിൽ ഇറക്കി NDA അങ്ങനെ ഒരു വലിയ മത്സരത്തിന് അവിടെ ഇറങ്ങിയിട്ടില്ല. പക്ഷേ മത്സരം കടുത്തിരിക്കുന്നത് LDF-നും UDF-നും ഇടയിലാണ്. അവിടെ ആര് ജയിക്കും, ആരാണ് അവസാന ഘട്ടത്തിൽ ഏറ്റവും മുന്നിലേക്ക് എത്തുക എന്നുള്ളത് വളരെ 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 മലയാളികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. KK ശൈലജ എന്ന വനിതാ നേതാവിനെ കേരളം ഒന്നടങ്കം തന്നെ ആ രീതിയിൽ തന്നെ സ്വീകരിച്ച നേതാവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നടത്തിയ സർവേയിലടക്കം ഒരു വനിതാ മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ അത് ശൈലജ എന്നുള്ള രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചാണ്. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ അവിടുത്തെ പ്രചാരണ രീതിയിൽ ഞാൻ കണ്ടത് ശൈലജ ടീച്ചർ പാർട്ടിയുടെ വളരെ ചിട്ടയായ പ്രചാരണ രീതികളാണ്, വീടുകൾ തോറും കയറി ഇറങ്ങിയിട്ടുള്ള പ്രചാരണമാണ് കണ്ടത്. പക്ഷേ ഷാഫി അങ്ങനെയായിരുന്നില്ലല്ലോ. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം ക്രാഷ് ലാൻഡിംഗ് നടത്തുന്നു, അദ്ദേഹത്തിന് അവിടെ വലിയ സ്വീകരണം ലഭിക്കുന്നു, വലിയ പ്രസംഗങ്ങൾ, വലിയ രൂപത്തിലുള്ള ആ രീതിയിലുള്ള സ്വീകരണങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം രണ്ട് കൂട്ടരായാലും തന്നെ, രണ്ട് നേതാക്കളായാലും സംസാരത്തിൽ വളരെ മാന്യമായി തന്നെ പ്രതികരിക്കുന്ന, പരസ്പര ബഹുമാനത്തോടു കൂടി പ്രതികരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അവിടെയാണ് ഈ സൈബർ സേനയുടെ കടന്നുവരവും വേറെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാറി മറിഞ്ഞതും. പിന്നീട് അത് ആ പോരിൻ്റെ സ്വഭാവം മാറുന്നു. അതിൻ്റെ ഒടുവിൽ എത്തി നിൽക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഒരു അശ്ലീല വീഡിയോ ഉണ്ടോ ഇല്ലേ എന്ന രൂപത്തിലേക്കായി ആ ചർച്ച ചെയ്തു. വടകരയിൽ ഉണ്ടായിട്ടുള്ള ഈ വാക്തർക്കം എന്ന് പറയുന്നത് കേരളത്തിലുടനീളം വലിയ ചർച്ചയ്ക്കിടയാക്കി എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായുള്ള ഏറ്റുമുട്ടൽ, പാർട്ടി സെക്രട്ടറിയും KPC അധ്യക്ഷനുമായുള്ള ഏറ്റുമുട്ടൽ, സംസ്ഥാന നേതാക്കൾ എല്ലാവരും രണ്ട് ചേരിയായി നിന്നുകൊണ്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വടകരയിൽ ഒരൊറ്റ വിഷയം, ഒരു മണ്ഡലത്തിൽ ഒറ്റ വിഷയം കേരളത്തിൽ 2-3 ദിവസം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിനു മുന്നേ പാനൂർ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവിടെ ഒരു CPM പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്, പരിക്കേറ്റതും അവരായിരുന്നു. അപ്പോൾ ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു CPM-നെ സംബന്ധിച്ച്. മാത്രമല്ല ഇപ്പോൾ TP വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോടതി വിധിയും വന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നെയാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായൊരു ഘട്ടം കൂടിയുണ്ട്. ഏതായാലും വടകരയിൽ ശക്തമായ ഒരു പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഈ സൈബർ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ട് കൂട്ടരും പറയുന്ന പ്രതികരണങ്ങൾ അതെങ്ങനെ പ്രതിഫലിക്കും, ജനം അതെങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. പിന്നീട് അവിടുത്തെ ആളുകൾ, അവിടുത്തെ സമുദായം, വോട്ട് അല്ലേ, ഓരോ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാർ, 35% മുസ്ലിം വോട്ടർമാരുണ്ട്, RMP ഫാക്ടറുണ്ട്. ഈ ഘടകങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളതും പ്രധാനമാണെന്ന് തോന്നുന്നു. ഷാഫി പറമ്പിലിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഷാഫി പറമ്പിൽ ഒരു ക്രൗഡ് പുള്ളറാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും ക്രൗഡിനെ, മാസിനെ അട്രാക്ട് ചെയ്യുക, ബൂത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. KK ശൈലജ ഇരുത്തം വന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ ഇരുത്തം വന്ന ശൈലിയിലാണ് അവരുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഈ സൈബർ അധിക്ഷേപത്തിന്മേൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഞാൻ വീഡിയോയെക്കുറിച്ചല്ല എന്ന് KK ശൈലജ പറഞ്ഞത് ഷാഫിക്ക് ഗുണമാകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ലാസ്റ്റ് മിനിറ്റ് പൾസ് എന്ന നിലയിൽ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഷാഫി പറമ്പിലിനെ കൃത്യമായി ആളുകളിലേക്ക്, പ്രത്യേകിച്ചും യൂത്തിനിടയിലേക്ക്, ഏജ് ഒരു ഫാക്ടറാണ്, യൂത്തിനിടയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ മതം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ കൃത്യമായി അങ്ങനെയുള്ള ഒരു കൺസോളിഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു പ്രശ്നമാകാൻ നിൽക്കുന്നു. രഞ്ജിത്ത് അവിടെ നിൽക്കുന്നു വടകരയിൽ നിന്നുള്ള വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വടകരയിൽ ആര് നേടും, എന്താണ് ഒരു രഞ്ജിത്തിന്റെ കണക്കുകൂട്ടൽ? സ്മൃതി, 2019 സമാനമായൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ഷാഫി പറമ്പിലിന് തന്നെ ഗുണകരമായി മാറും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. 2019 സമാനമായ ട്രെൻഡ് ഇല്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പല വിഷയങ്ങൾ, അതിൽ ഷാഫി പറമ്പിൽ പറയുമ്പോൾ അവർക്ക് അനുകൂലമായി, ഇപ്പോൾ പാനൂരിലെ ബോംബ് സ്ഫോടനം, യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം,
പ്രായം, അതുപോലെ തന്നെ ഈ ന്യൂ ജനറേഷൻ പ്രചരണ തന്ത്രങ്ങൾ, ഇതെല്ലാം ഷാഫി പറമ്പിൽ അനുകൂല ഘടകങ്ങളായി പറയുന്നു. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം, അക്രമ രാഷ്ട്രീയം, ഇതൊക്കെ ഷാഫി പറമ്പിൽ അനുകൂല ഘടകമായി പറയുമ്പോൾ ശൈല ടീച്ചർക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ പേരാമ്പ്രയിലൊക്കെ നിപ്പ വന്ന കാര്യം ഒരുപാട് ചർച്ച ചെയ്ത സ്ഥലമാണ് ശൈല ടീച്ചറുടെ പ്രതിച്ഛായ. അങ്ങനെ രണ്ടു പക്ഷത്തും അവകാശവാദങ്ങൾക്ക് കുറവില്ലാത്ത ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ്. 2009 കോൺഗ്രസ് UDF പിടിച്ചെടുത്ത ഈ മണ്ഡലം അത് തിരിച്ചു പിടിക്കുമെന്ന ശൈല ടീച്ചറുടെ ആത്മവിശ്വാസത്തിന് ഇന്നും ഒരു കുറവും വന്നിട്ടില്ല. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ ഈ അവസാനവട്ട കലാശക്കൊട്ടിനൊപ്പമായിരുന്നു ഞാനുണ്ടായിരുന്നത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും പ്രായഭേദമില്ലാത്ത UDFൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരുടെ വലിയ ആവേശം ഷാഫി പറമ്പിലുണ്ടായിരുന്നു. അതേ ആവേശം സൃഷ്ടിക്കാൻ വേണ്ടി ശൈല ടീച്ചർക്കും സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പ്രചരണ തന്ത്രങ്ങളിൽ കണ്ട പ്രചരണ ഘട്ടങ്ങളിൽ കണ്ട തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച അവസാനത്തെ രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് പാനൂരിലെ സ്ഫോടനമാണ്. അതേപോലെ അശ്ലീല വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു ശൈലജ ടീച്ചർക്ക്. ഈ രണ്ട് വിഷയങ്ങൾ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും വടകരയിൽ? ഈ ശൈല ടീച്ചർക്ക് അനുകൂലമായ ഏറ്റവും ഒടുവിൽ ഒരു ട്രെൻഡ് രൂപപ്പെടുത്തുക എന്നുള്ളതും പാനൂരിലെ ബോംബ് സ്ഫോടനം ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളതുമായിരുന്നു ഈ പറയുന്ന സൈബർ ആക്രമണം എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക്. കാരണം സൈബർ ആക്രമണം നേരത്തെ ഉണ്ടായിരുന്നു. പല പോസ്റ്ററുകൾ ശൈല ടീച്ചർക്കെതിരെ ഇറങ്ങിയിരുന്നു. അതിനെതിരെയൊക്കെ സാധാരണ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ഒക്കെ ശൈല ടീച്ചർ എടുത്തു പറയാറുണ്ട്, എനിക്കെതിരെ പല പോസ്റ്റേഴ്സ് ഇറങ്ങുന്നുണ്ട്, പല രീതിയിലുള്ള അശ്ലീലമായ പ്രയോഗങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ ശൈല ടീച്ചർ പറയുന്നു. പക്ഷേ പാനൂർ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഈ സൈബർ ആക്രമണം വലിയ ചർച്ചയാക്കാൻ വേണ്ടി ഒരു ആസൂത്രിതമായി തന്നെ LDF ശ്രമിക്കുന്നു. ശൈല ടീച്ചർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ശൈല ടീച്ചർ വളരെ വൈകാരികമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ശൈല ടീച്ചർക്ക് അനുകൂലമായി മാറുകയും പാനൂരിലെ ബോംബ് സ്ഫോടനം ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്തൊരു ഘട്ടത്തിലുണ്ടായിരുന്നു. അവിടെയാണ് വീണ്ടും ഈ അശ്ലീല വീഡിയോ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്ന് പറഞ്ഞൊരു പ്രചാരണത്തിലേക്ക് UDF കടക്കുന്നത്. അപ്പോൾ അശ്ലീല വീഡിയോ ഇല്ല എന്ന് പറയുന്നു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് പോസ്റ്ററാണെന്ന് പറയുന്നു. അവിടെ മലക്കം പറഞ്ഞപ്പോഴേക്കും ഈ ചർച്ച വഴിമാറിപ്പോയി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ശൈല ടീച്ചർക്ക് അനുകൂലമായൊരു ട്രെൻഡ് ഈ സൈബർ ആക്രമണത്തിന്റെ വിഷയത്തിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ വളരെ പ്രധാനമായും കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2014 AN ഷംസീർ മുല്ലപ്പള്ളി രാമചന്ദ്രനെ വടകരയിൽ നേരിട്ടപ്പോൾ 3000 ശിഷ്ടം വോട്ടുകൾക്കാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചത്. 3000 ശിഷ്ടം എന്ന് പറയുന്ന ആ ഗ്യാപ്പ് വളരെ കുറയ്ക്കാൻ AN ഷംസീറിനെ പോലെ ഒരാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2019 വരുമ്പോഴോ വലിയ ഭൂരിപക്ഷത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ ജയിക്കുന്നതാണ് കണ്ടത്. അവിടെ കൊന്നതാരെയാണ്? ജയൻ കില്ലിംഗ് എന്നാണ് അതിന് പറയുക. P ജയരാജനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് അവിടെ തോൽപ്പിച്ചത്. അപ്പൊ ആ അർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ഒരു ജയൻ കില്ലർ ആകുമെന്നാണോ? വേണമെങ്കിലാകാം. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വടകരയുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ വടകരയിൽ നിൽക്കുന്ന ട്രെൻഡ് വെച്ച് നോക്കുകയാണ് എങ്കിൽ ഷാഫി പറമ്പിൽ ഒരു ജയൻ കില്ലറായി വരാനുള്ള സാധ്യതയാണ് വടകരയിൽ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും പോകാം. 2-3 ഘടകങ്ങളുണ്ട്. സുജയ് ചോദിച്ചതിന് വളരെ പെട്ടെന്നുള്ള മറുപടി. ഒന്ന്, പാനൂർ സ്ഫോടനം എന്ന് പറയുന്നത് വലിയ ഇമ്പാക്ട് അവിടെ ഉണ്ടാക്കും, യാതൊരു സംശയവും വേണ്ട. അതാണ് ശൈലജയ്ക്ക് ഉണ്ടാകാവുന്ന ആദ്യത്തെ അപകടം. ശൈലജ ടീച്ചർക്ക് ആദ്യം തന്നെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം സൈബർ അറ്റാക്ക് അവസാനം അതിനകത്തൊന്നും ബാക്ക് ട്രാക്ക് ചെയ്യേണ്ടി വന്നു. അതും വീണ്ടും നെഗറ്റീവ് ആണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ വോട്ട് എന്ന് പറയുന്ന അവിടെ വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഈ ശ്രീധരനെ തോൽപ്പിച്ച നേതാവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അത് ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണിറ്റിക്ക് റിവാർഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ കൂടിയും അത് വടകരയിൽ പ്രതിഫലിക്കണമെന്നില്ല.